അങ്ങനെ നമ്മളെ സിറ്റൗട്ടില് നമ്മളെ ഈ ചെടി ഇതാ നല്ല ഭംഗിയില്ലേ അറിയുന്നുണ്ടാവും ആള് എന്നെ കട്ടിക്ക് വലിയ യൂട്യൂബറാണ് കേട്ടോ. അങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കൊടുക്കുന്ന തട്ടാം ഒരു രാത്രി ഉറങ്ങാനുണ്ടോ ചോദിച്ചു. വയറ് നിറഞ്ഞു, വയറിനെക്കാട്ടിയും കൂടുതൽ മനസ്സ് നിറഞ്ഞു കേട്ടോ. കാരണം അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ഇന്നലെ തന്നെ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. നമുക്കിത് നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന്. നമുക്ക് നല്ല കൈപ്പത്തിരി ഉണ്ടാക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ കൈപ്പത്തിരി ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് റിസ്ക് ഉള്ള ജോലിയല്ലേ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എനിക്കിന്ന് കൈപ്പത്തിരി കഴിക്കണമെന്ന് തോന്നിയിട്ടോ. നമ്മൾ സാധാരണ പത്തിരിക്കുള്ള പൊടിയും വെള്ളവും ഒക്കെ തന്നെ അതിലേക്ക് നമ്മൾ എക്സ്ട്രാ തേങ്ങയും ഇടും, പിന്നെ ചെറിയ ജീരകം ഇടും. ഇങ്ങനെ ചെറിയ ജീരകം വേണ്ടതായിരുന്നു, എൻ്റെ കയ്യില്ലാത്ത കാരണം കൂടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയുള്ളിയും ഇങ്ങനെ ആക്കിയിട്ടിട്ട് വഴറ്റിയിട്ട് അവിടെ വെക്കും. ഇത് നമ്മൾ തേങ്ങ തല്ലി പൊട്ടിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം കേട്ടോ. നമ്മളിന്ന് തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഒരു നട്ട് മിൽക്ക് മേക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയാണ്. ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മളത് അധികം സംഭവം ഇട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മെഷീൻ ഓണാക്കി വെച്ചിട്ട് നമ്മളൊരു 8 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വന്നാൽ മതിയാവും കേട്ടോ. മെഷീൻ ഓണാക്കി അവിടെ വെച്ചിട്ട് അത് തേങ്ങാപ്പാലാവട്ടെ. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് നമ്മുടെ കൈപ്പത്തിരിക്കുള്ള മാവ് നല്ല ചൂടോടുക്കടെ തന്നെ ഇടിച്ച് പരത്തി പരുവാക്കി ഇതങ്ങനെ ഉരുളകളാക്കി ഞാൻ പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തുക കേട്ടോ. സാധാരണ ഇങ്ങനെ ഈ വാഴയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പരത്തും. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ വാഴയിലില്ല, പിന്നെ ഇതല്ലേ കുറച്ച് ഈസി വേ. അപ്പോൾ നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് ഞാൻ 2 പ്രാവശ്യം ഒന്ന് മറിച്ചിട്ടിട്ടും പിന്നെ ഒന്ന് കമിഴ്ത്തിയിട്ടിട്ടും പരത്തും. അപ്പോൾ ഒരു എല്ലാ ഭാഗവും ഒരേ കട്ടിക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇത് നമ്മൾ നല്ല ചട്ടിയിൽ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. കണ്ടോ, നമ്മുടെ തേങ്ങാപ്പാലും നല്ല ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ചൂടായിട്ടാണ് ഈ തേങ്ങാപ്പാൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെയും അത് കേടുവരാതിരിക്കും. സാധാരണ നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞ തേങ്ങാപ്പാലുണ്ടല്ലോ, അത് നമ്മളിപ്പോൾ ഒരു 7 മണിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ തന്നെ അത് ഏകദേശം ഒരു പിരിഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇളം ചൂടുള്ള നല്ല തേങ്ങാപ്പാലേക്ക് ഇച്ചിരി പഞ്ചസാര ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ സായിക്കുട്ടിക്ക് വാരി കൊടുത്തു. കാരണം അവർക്ക് സ്കൂളിലേക്ക് പോകാൻ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുക്കലും കൈപ്പത്തിരി ഉണ്ടാക്കലും ആകുമ്പോൾ സമയം എന്തായാലും കൊണ്ട് വൈകുമല്ലോ. അപ്പോൾ അവന് സ്കൂളിൽ പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ചവിട്ടിയൊക്കെ അലക്കിയിട്ട് ഇവിടെ ഉണക്കാനിട്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മൾ വീടൊരു വൃത്തികേടല്ലേ, ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ തുണി ഉണക്കിടുന്നത്. അപ്പോൾ ഞാനതെല്ലാം എടുത്തിട്ട് നമ്മൾ ടെറസിൽ കൊണ്ടേ ഉണക്കിടാമെന്ന് വിചാരിച്ച്. പക്ഷേ ഈ ഒരു ഏരിയ ഞാൻ ആദ്യമായിട്ട് കണ്ടെത്താണ്. അപ്പോൾ ഈ ഏരിയക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ചവിട്ടിയൊക്കെ നമ്മൾ ഇവിടെ ഉണക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല വെയിൽ കിട്ടും. പിന്നെ അവിടെ സ്ഥലമല്ല, നമുക്ക് വീട് കുറേ എനിക്കാണെങ്കിൽ അലക്കുന്ന പ്രാന്തായി കാണുന്നത് കുറേ ഡ്രസ്സുകളുണ്ട്. നമ്മളെ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഡോറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഡോറ്, അത് ഓളുടെ ഡോറ്. അപ്പോൾ നമ്മളുടെ ഡോറ് നമ്മൾ തന്നെ അടച്ച് സൂക്ഷിക്കണം. കണ്ടോ, ഇത് നമ്മളന്ന് വെച്ച് തന്നെ ഇഞ്ചി കുഴിച്ചിട്ടില്ലേ, ഇത് കുറച്ച് വെള്ളം ഒഴിക്കാണ്ട് ഈ മഴ പെയ്യുമ്പോഴൊന്നും ഇതിലേക്ക് വെള്ളം തട്ടുന്നില്ല കേട്ടോ. ഇഞ്ചിയൊക്കെ മുളച്ചിട്ടുണ്ട്. ഇനി ഇളക്കണം. അവിടെ ദൂരത്തിലേക്ക് ഞാൻ കുറച്ച് കളകളൊക്കെ പറിച്ചെടുക്കട്ടെ. വേപ്പിലിനെ കാട്ടിയൊക്കെ വലുതായിട്ട് മറ്റേ ഇതാ മുളച്ചിട്ടുണ്ട്. കളകളൊക്കെ പറിച്ച് പിടിക്കാം. നമ്മൾ തേങ്ങ ഒളിക്കുന്ന യന്ത്രമൊക്കെ തന്നെ സേഫായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ചതിരിക്കലും വെക്കുന്ന എടുക്കുന്നുണ്ട്. അപ്പോൾ സേഫപ്പെടുത്തിലേ കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരണം. ഞാൻ നമ്മൾ ഇവിടെ പൈപ്പൊന്നുണ്ടാവുമല്ലോ, ഇല്ല, അതിന് കൊണ്ടുവരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതന്നെ കൊണ്ടുവരും. എന്നാൽ കൊടുക്കണം ഇപ്പോഴല്ല, പിന്നെ വയ്ക്കാം. അത് കരിയും. പോയി വെള്ളം കൊണ്ടുവരണം. കണ്ടോ, നമ്മൾ അതിലൊക്കെ നിറച്ച് ഡ്രസ്സുകളാണ്. ഈ ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയതാവും. ഇത് അപ്പുറത്തെ സമയത്ത് അവളുടെ അയലാണ് കേട്ടോ. ഇത് നമ്മളായാലും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോള് വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മച്ചി കുറേ ദിവസമായി പറയണത് ഇത് വെള്ളം കിടന്നു. കുറച്ച് താഴ്ത്തി ഒഴുക്ക് ചെങ്ങായി. ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അടിയൊക്കെ കുറച്ച് വെള്ളം ആയിക്കോട്ടെ. ഞാനൊരു മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ മഴ പെയ്തിട്ട് ഇങ്ങോട്ട് ശരിക്കും പോലെ എത്തുന്നില്ല. വെയിലെത്തുമോ? വെയിലെത്തൂല. ഇതിൻ്റെ തണലത്താണ് നിൽക്കണതില്ല. ഒന്നിട്ട് വെയിലത്ത് വെക്കണോ? വേപ്പിടുന്നതിന് കുറച്ച് വെള്ളം കൊടുക്കും. ഇപ്പം അതിൻ്റെ ഇലമൊക്കെ അടക്കം കുഴിച്ചു പൂത്ത് തിളർക്കട്ടെ. ഇത് ഇവിടെ വെച്ചോ. ഉമ്മച്ചി പറഞ്ഞിരിക്കണത് ഇവിടെ നമ്മൾ വെള്ളം നിറച്ചിട്ട് ഇവിടെ വെച്ചാൽ മതി. പിന്നെ ഈ ഡ്രസ്സുകളേ വിരിച്ചിടാൻ വരൂലേ, അപ്പം നിന്നോടൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാൻ അങ്ങനെ പറഞ്ഞിരിക്കണത്. ഒക്കെ സെറ്റാക്കിയാണ് ഉമ്മച്ചിയാ. ഉമ്മച്ചി ഇപ്പോഴാണ് കാര്യം വിചാരിക്കണം. അവളോട് കുറേ ദിവസമായി പറഞ്ഞോളൂ ഇപ്പോഴാണ് സെറ്റാക്കിയത്. എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ
പിന്നെ നമ്മൾ ഈ ചവിട്ടി കൂടി എടുത്തുട്ടോ. ഇനി അതും കൂടി അവിടെ വെക്കണ്ട വിചാരിച്ചിട്ട് അതുകൂടി എടുത്തു. ഇനി ഇത് ഇവിടെ തന്നെ വിരിച്ചിട്ട് വിരിച്ചിട്ടോ. അതിന് മറ്റേ പറവായിട്ട് വിരിച്ചിട്ട് കേട്ടോ. അന്നേരത്ത് മുട്ടുണ്ടാകും താത്തണം. ആ ശരി. കണ്ടോ എത്ര ദിവസമായി ഷൂകളൊക്കെ ഇരിക്കുന്നത്. അവൾ പുറത്തൊക്കെ ഇറങ്ങൂലോള്. എടുത്ത ചൂട് ഷൂ ഒക്കെ ഇതല്ല മോൻ കൊടുത്ത പണിയാണേ. ആ മോനെ ഞാൻ നേരാക്കലുണ്ട്. അതിൻ്റെ എൻ്റെ സ്കൂൾ ഷൂ ഒക്കെ ഒന്ന് കൊണ്ടേ കളഞ്ഞൂടെ? അതിവിടെ വെക്കണോ? ഈ അറ തുറക്കുമ്പോൾ നാറ്റാണ് അതായത് പറഞ്ഞത്. സോറി. ഇപ്പൊ നമ്മള് പെട്ടെന്ന് എടുക്കാത്ത ചെരുപ്പുകളൊക്കെ ഏറ്റവും മുകളിലായി. ഇനി നമ്മൾ എപ്പോഴും ഡെയിലി എടുക്കുന്ന ചെരുപ്പുണ്ടല്ലോ, അത് നമ്മളിത് അങ്ങനെ വന്നിട്ട് നമുക്ക് ഈ ചെരുപ്പ് ഇങ്ങനെ ഇങ്ങനെ വെക്കാം. അപ്പൊ നമുക്ക് കുനിയേണ്ട ആവശ്യമില്ലല്ലോ. ഐഡിയ എവിടെ നിന്ന് കിട്ടി? ഞാൻ എടുക്കാൻ എന്താ കാട്ടുക? എടുക്കാൻ നല്ല സുഖമല്ലോ. ഇങ്ങനെ എടുത്തിട്ട് കാലിങ്ങനെ വലിച്ചാൽ പോലെ. പറയുന്നത് അത് വലിയും. ഞാൻ ചെരുപ്പ് തുള്ളിക്കൊക്കെ എനിക്ക് ഉള്ളിപ്പം നടത്തില്ല. പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു 5 കുഷ്യൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ ഈ പുറത്ത് ഈ ബെഞ്ചിൽ ഇങ്ങനെ ഭംഗിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് തന്നെയായിരുന്നു. ഞാനിതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഇത് മീഷോന്ന് വാങ്ങിച്ച തലയണ കവറാണ് കേട്ടോ. മീഷോൻ്റെ ലിങ്ക് കൊടുക്കാൻ പിന്നെ ഒരു നിവൃത്തിയില്ല കേട്ടോ. നമ്മളെ കുഷ്യൻസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ കണ്ടോ. ഈ 5 കുഷ്യൻസും ഞാൻ വേറെയും കുറേ പ്ലാനുകളുണ്ട് നമുക്ക് സിറ്റൗട്ടിൽ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ഭാവിയിൽ നടപ്പിലാക്കണം. ഇപ്പോൾ കുഷ്യൻസ് അവിടെ ഭംഗിയിലിരിക്കട്ടെ. അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിച്ചട്ടിക്ക് ഈ ചെടി നമുക്ക് മാറ്റണം. കാരണം അതിൻ്റെ ചട്ടി കറുപ്പ് കളറല്ലേ. അത് ഞാൻ കുറേ ദിവസമായി കരുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ആൾ എന്നെ കാട്ടിക്ക് വലിയ യൂട്യൂബറാണ് കേട്ടോ. ഫുഡി മലബാറി പറഞ്ഞിട്ട് ഒരു ഫുഡ് വ്ളോഗ്സ് ഒക്കെ ഉള്ള ചാനലാണ്. അത് 1 മില്യൺ സബ്സ്ക്രൈബറൊക്കെ ഉള്ള ചാനലാണ്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്ക് 2 ദിവസം മുമ്പ് പോയിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ കൂടെ ചേർക്കാം അല്ലേ. അങ്ങനെ ഞങ്ങൾ വിരുന്നിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോ വന്നിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇനി ഒട്ടും സമയമില്ല, നമ്മൾ വേഗം പോട്ടെ കേട്ടോ. നമ്മളിപ്പോൾ വിരുന്ന് പോകുന്ന വീടും നമ്മുടെ പെരിന്തൽമണ്ണ കുന്നുപള്ളിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് പോകാനുള്ള കാര്യമുള്ളൂ. അവൾ നമ്മളടുത്ത് പറഞ്ഞതായിരുന്നു നമ്മൾ അവിടെ വന്നിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് എന്ന്. അപ്പോൾ ഞാൻ അത് വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറേ ദിവസമായി ഇയാൾ നമ്മളെ ഇത്ത വായോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത് കേട്ടോ. അവൾക്ക് ഇന്നുമോളെ ഭയങ്കര കാര്യമായിട്ട് നമ്മൾ സ്കിറ്റ് വീഡിയോ ചെയ്തിരുന്നില്ലേ, അന്ന് മുതൽ അവൾക്ക് ഇന്നുമോളെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു അത്രേ. സാധാരണ എനിക്കൊരു പരിചയമില്ലാത്ത വീട്ടിലേക്ക് വിരുന്ന് പോകണതേ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കാനും ഇടപഴകാനും അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ ഞാൻ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എന്തോ എനിക്ക് ആളുകൾ കൂടുന്ന ഏരിയ ഭയങ്കര പ്രയാസം. അതുകൊണ്ട് തന്നെ ആര് വിരുന്ന് വിളിച്ചാലും ഞാൻ ഒന്ന് പിന്നാക്കം നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. ഇവിടെ സായ്കുട്ടിനെ അവിടെ ചെറിയ കുട്ടി സ്നേഹിച്ച് കൊല്ലുന്നുണ്ട് കേട്ടോ. സായ്കുട്ടി പൊതുവേ കുട്ടികളുടെ വലിയ അടുപ്പം കാണിക്കാത്ത ആളാണ്. പക്ഷെ എന്തോ ഇവനെ അവന് എടുക്കും നോക്കും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പൊ വിശക്കണില്ല എനിക്ക്. അപ്പം അധികം ഫുഡ് പോവില്ല. പിന്നെ വീട്ടിലെത്തേക്ക് ആ കുറ്റബോധം അടിക്കില്ല. എങ്ങനെ ഞാൻ എന്ത് തിന്നായിരുന്നു ആലോചിച്ചിട്ട്. അവിടെ കുറേ ഫുഡുണ്ട്. പിന്നെയോ നീ സങ്കടപ്പെട്ടത് ശരിയായി. കാരണം ഇതൊക്കെ പാടെ എങ്ങനെ നീ കഴിച്ച് തീർക്കും? ഞാൻ സങ്കടപ്പെടുന്നത് ഇപ്പൊ വിശക്കണില്ല. അപ്പൊ ഞാൻ അധികം കഴിക്കൂല. പക്ഷെ വീട്ടിൽ കഴിഞ്ഞാൽ കഴിച്ചാൽ മതിയായിരുന്നു. അതെ, ഒരുപാട് അതോ എന്തൊക്കെയുണ്ട്. നമ്മളിവിടെ വന്ന സമയത്ത് ഒരു ചായ സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അവൾ ഫുഡ് വ്ളോഗർ ആയ കാരണം കൊണ്ട് തന്നെ ഒരുപാട് തരം ഐറ്റംസ് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മനുഷ്യർക്ക് ഞങ്ങളെ സംബന്ധിച്ചിട്ടൊന്നും എല്ലാ ഫുഡൊന്നും കവർ ചെയ്യാൻ പറ്റൂല. നമ്മൾ കുറേ ഫുഡ് കഴിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ ആ ഫുഡ് ഉണ്ടാക്കാനോ അത് തരാനോ അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹമല്ലേ, അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് വരുന്ന സമയത്ത് അവർ നമുക്ക് ഫുഡ് പാക്ക് ചെയ്ത് തന്നു. കാരണം നമ്മൾക്കത് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പാക്ക് ചെയ്ത് തന്നാലും പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്വന്തം വീട് പോലെ തന്നെ പെരുമാറാൻ പറ്റുന്ന വീടാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി അവിടുത്തെ വിരുന്ന് കഴിഞ്ഞ് വന്നപ്പോൾ. എനിക്കാണെങ്കിലും ശരി, കുട്ടികൾക്കാണെങ്കിലും ശരി. അപ്പോൾ നമ്മുടെ വിരുന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ശരിക്കും വയറും നിറഞ്ഞു, വയറിനെക്കാട്ടിയും കൂടുതൽ മനസ്സും നിറഞ്ഞു കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ കുറേ ദിവസമായി ഇങ്ങനെ വായോ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇത്രയും സ്നേഹത്തോടെ എന്നെ വിരുന്ന് വിളിച്ചാൽ വിളിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ 1-2 വിളിക്കും. മോൾക്ക് ഞാനോട് വരുന്നില്ല പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ പല കാരണം കൊണ്ടാണ് കാര്യം വരാത്തത് കേട്ടോ. പക്ഷെ നിമിഷം വീണ്ടും നമ്മളെ വിളിച്ച് വായോ ഇത്ത വരാത്തത് എന്താന്നൊക്കെ പറഞ്ഞ് അത്. അപ്പോൾ ആ സ്നേഹം കൊണ്ട് ആദ്യം തന്നെ മനസ്സ് നിറഞ്ഞിരുന്നു.
വന്നിട്ട് ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ വയറ് നിറഞ്ഞിട്ട് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അങ്ങനെ നമ്മൾ വിരുന്നെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ പോവാൻ നിൽക്കുകയാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് ചിരിക്കുമ്പോഴും മരുന്ന് അല്ലോടുമ്പോഴും ഭയങ്കര തലോട്ട് സ്ട്രിക്റ്റായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഓള് വന്നതാണ് കേട്ടോ. എനിക്ക് ഈ ചെടിച്ചട്ടി ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ചെടിച്ചട്ടി ഇങ്ങനെ മാറ്റണം അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ചെടിച്ചട്ടി ഉണ്ട് പറഞ്ഞിട്ട് ഓള് തന്നതാണ് എനിക്കിത്. അപ്പോൾ നമ്മൾ ഇതിക്ക് ഇന്ന് ഈ ചെടിച്ചട്ടി മാറ്റും. അത് നമ്മൾ ചെയ്യും. ഈ ചട്ടിയിൽ കനം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു തുണിയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഈ തുണിയിൽ വെക്കണം വെക്കേണ്ടതുള്ള കൺഫ്യൂഷൻ എനിക്ക്. അതിലേക്ക് തുണി വെക്കേണ്ട ആവശ്യമില്ല, സ്വാഭാവികമായിട്ട് നിറയും. ആളുണ്ടാവൂല്ലേ? ആ അമ്മ എന്നെ സഹായിക്കണോ? വീഡിയോ എടുക്കും തൽക്കാലം. ഗൈസ് ഞാൻ മണ്ണ് തൊടൂല ഗൈസ്, അവനാ സഹായിക്കാത്തത്. കാരണം മണ്ണ് തൊട്ടാൽ പിന്നെ മമ്മക്ക് അപ്പുറത്ത് കായ് ചെലവാക്കേണ്ടി വരും. കാരണം എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. ഇത് ഈ ചെടി വെച്ചിട്ടുള്ള മണ്ണിടാൻ പറ്റുക. ചെടി വെക്കണം, കാരണം ചെടിനെ കുറേ ഉള്ളിലേക്ക് ആക്കാനുണ്ട്. ഒരു കത്തി എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഇതിനൊന്നും പറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പാടാണ്. അതിന്റെ സൈഡിൽ കൂടെ കൊട്ടി വെക്ക്, അല്ല അമർത്തി കൊട്ടി. ഞാൻ കുത്തണോ? ഗൈസ് എനിക്ക് മണ്ണിരനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. ഇതൊക്കെ മണ്ണിര ഞാൻ പറഞ്ഞു നമ്മളുള്ളിൽ കുറേ മണ്ണിര ഉണ്ടാവുമെന്ന്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ചെടി കിട്ടിയിട്ടുണ്ട്. കൈയൊക്കെ ചോദിന്റെ മുഖം ഗൈസ് മമ്മ കോരി കോരി കഷ്ടപ്പെട്ട് മണ്ണ് അറച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഗ്ലൗസ് ശരിക്കും ഇടേണ്ടത്. ഞാൻ ഗ്ലൗസ് ഇട്ടില്ല. മെണ്ടി പെണ്ണ്. ഇതിന്റെ ഉള്ളില് മണ്ണിരനെ കണ്ടപ്പോ ഞാൻ സൈക്കോ അയക്കുക. ഐ ലവ് മണ്ണിര. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഗൈസ് കണ്ടോ കണ്ടോ കണ്ടോ, ഈ മണ്ണിരനെ ഇങ്ങനെ എടുത്ത് കയ്യിലിങ്ങനെ വെക്കുമ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. അയ്യോ മണ്ണിര ചലിക്കണില്ലേ? ചലിക്കൂ. ചത്തോ? ഏയ് ഏയ് ശാന്തി അവിടെ പോയി ജീവിച്ചോട്ടോ. അങ്ങനെ ഒരുവിധം നമ്മളെ മറ്റേ എന്താ പറയാ ചട്ടിയിൽ ആയിട്ടുണ്ട് നമ്മളെ മരം. ഇപ്പൊ ഇത് കുറച്ചുകൂടി ഹൈറ്റ് വെച്ചിട്ടേ ഈ ചട്ടിയെ കാരണം കൊണ്ട് കുറച്ചുകൂടി ഹൈറ്റിലായി. ഇനി ഇത് ആകെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിത് ഇല ഒന്നും ഉണങ്ങാതിരിക്കാനും മരുന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മരുന്നൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഇവരെ നന്നാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നന്നായി കണ്ടാൽ മതിയായിരുന്നു. ഒരു വെള്ള കളറൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി മരുന്ന് അടിച്ചു കൊടുത്തോട്ടിരിക്കാം, എന്താ പാട് നോക്കി വെക്കാം. നമ്മൾ ഇല വല്ലാണ്ട് കരിയുന്നുണ്ടല്ലോ, ഈ മരുന്ന് നമ്മൾ ഇല കരിച്ചലിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നേ. അപ്പോൾ നമുക്കൊന്ന് അടിച്ചു നോക്കി വെക്കട്ടോ. നമ്മളെ ഈ ചെടിൻ്റെ പ്രശ്നമേ ഈ ഇല ഇങ്ങനെ കരിയുന്നതൊക്കെയാണല്ലോ. അപ്പോൾ ഈ മരുന്ന് നമ്മൾ ഇല കരിയുന്നതിനും ഒക്കെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് അന്ന് ഞാൻ ഈ ചെടി വാങ്ങിക്കുമ്പോൾ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെടിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. നല്ല വൃത്തികെട്ട മണം. ഒന്നും പറയാനുണ്ട് മമ്മ. കരിയായിരിക്കും ഇതടിച്ചിട്ട് ഉള്ളിക്ക് കേട്ടോ. നീ ഭാഗത്തേക്ക് ഇറങ്ങണ്ട, ആരും വരണ്ട ഇങ്ങോട്ട്. ഈ ചെടിഞ്ഞ് വെക്കാൻ നല്ലൊരു ചട്ടി വാങ്ങിക്കണം. ഞാൻ അതാണ് എൻ്റെ അടുത്ത സ്വപ്നം. നമ്മളങ്ങനെ ആ ചെടിനെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതാ ഈ 2 ചെടി കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 ചെടിക്ക് ഈ 2 ഒരേപോലത്തെ ചെടിച്ചട്ടി ഉണ്ട്. അപ്പോൾ ഇത് ഇനി സിറ്റ് ഔട്ടിൽ നിന്നാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മണ്ണായി ബുദ്ധിമുട്ടാവും. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ചട്ടിയിലത്തെ ചെടിനെ ഇതിക്കാക്കി വെക്കാം കേട്ടോ. ചെടി കിട്ടിയിട്ടുണ്ട്, ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. പതുക്കെ ഇറക്കി വെക്കാം.
അങ്ങനെ നമ്മളെ സിറ്റൗട്ടിൽ നമ്മൾ ഈ ചെടി ഇതാ നല്ല ഭംഗിയായില്ലായിരുന്നോ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചട്ടി കണ്ടെത്തണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടോ നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ രാജ്യം എന്താണെന്ന് അറിയാം, നമ്മൾ ഇവിടെ ഈ ഒരു ഈ ചുമരിൻ്റെ മുകളിൽ നമ്മൾ മൂന്നാളും ഇങ്ങനെ ഈ വന്ന് ചിരിച്ചിരിക്കുന്നത് നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് വലുതാക്കിയിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഇവിടെ വെക്കണം. അതാണ് ആഗ്രഹം. ഞാൻ ഇപ്പോൾ അടുത്തത് ചെയ്യാനും വേണ്ടി ശ്രമിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കാരണം കൊണ്ട് അത് അങ്ങോട്ട് വൈകിപ്പോയി. പക്ഷെ ഇപ്പൊ വൈകുന്നേര സമയത്താണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് മറ്റേ സ്റ്റുഡിയോക്ക് വിളിച്ചത്. അപ്പോൾ അങ്ങനെ കാരണം കൊണ്ട് അതൊന്ന് വൈകിയതാണ് കേട്ടോ. ഇപ്പോൾ പറ്റിയ സാമ്പത്തിക അവസ്ഥ അപ്പോൾ കുറച്ച് മോശം. ഒരു 2,000-3,000 രൂപയോളം വേണം. അപ്പോൾ പിന്നെ സാമ്പത്തികമൊക്കെ ആയി. നമുക്ക് ഇനി ഇവിടെ വലിയൊരു ഫോട്ടോ കൂടി വെക്കണം. അതാണ് ഇനി നമ്മളെ അടുത്ത ഡ്രീം. ഇനി പിന്നെ നമ്മൾ ഇനി അടുത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റ് അടിക്കാൻ പോകണം. ഇത് കുറേ ദിവസമായിട്ടോ ഞാൻ ഈ പെയിന്റ് വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾക്ക് ഈ ടേബിളിലും പെയിന്റ് അടിക്കണം, പിന്നെ ഈ ജനലിലും പെയിന്റ് അടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം. പിന്നെ നമുക്ക് കിച്ചണിൽ ജനലിൽ പെയിന്റ് മാറ്റാനുണ്ട്. അത് വേറെ കാര്യം. അത് നമ്മൾ കിച്ചണ് ശരിയാക്കുന്നത് ആ ഒരു ഇതൊക്കെ അല്ലേ, വാൾപേപ്പറൊക്കെ അല്ലേ, അതൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോഴുള്ളൂ നമ്മൾ കിച്ചണിൽ പെയിന്റ് അടിക്കുക. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ശരിയാതെ വീട്ടിൽ പോകുന്ന ടേബിളില്ലേ, അവനൊന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കണം. ശരിയാതൻ്റെ വീട്ടിൽ നിന്ന് ഈ ടേബിൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ ഇതിൽ പെയിന്റ് അടിച്ചിട്ട് നമ്മളെ ഈ ബെഞ്ചിൻ്റെ കളർ തന്നെ ഇതിനാക്കണം എന്ന് ഞാൻ അന്നേ കരുതിയിരുന്നിരുന്നു കേട്ടോ. പിന്നെ പെയിൻ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഓരോ കാരണത്താൽ ഓക്കെ ഞാൻ ഈ സിറ്റൗട്ട് വൃത്തിയാക്കുന്ന തരത്തിലൊരു വീഡിയോ എടുക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ പ്ലാനിങ് ഒന്നും നടക്കുന്നില്ല. അപ്പം പിന്നെ ഓക്കെ, ഇപ്പോഴെന്താണോ എൻ്റെ കയ്യിലുള്ളത് അതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. പെയിൻ്റ് അടിക്കൽ പിന്നെ എന്നും എനിക്കൊരു വീക്ക്നെസ്സാണ് കേട്ടോ. പെയിൻ്റ് അടിക്കൽ ഞാൻ കുറേ കാലമായിട്ട് ചെയ്തു വരുന്ന ഒരു ജോലിയാണ്. അങ്ങനെ ഒരു സംഭവം പെയിൻ്റ് അടിച്ചിട്ട് അവിടെ വൃത്തിയാക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ പണ്ട് പഞ്ചായത്ത് വീട്ടിൽ താമസിച്ചിരുന്ന വീടിൻ്റെ റൂം മൊത്തത്തിൽ ഞാനാണ് പെയിൻ്റ് അടിച്ച് വെച്ചത്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഇന്നുമോളും അതാ ഇന്നുമോള് കേട്ടെന്നെ തട്ടിക്കൊല്ലും. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ പെയിൻ്റ് അടിയൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടേബിൾ ഏകദേശം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഒരു പെയിൻറ്റ് കൂടി അടിക്കാറുണ്ട് കേട്ടോ. പെയിൻറ്റും സാധനങ്ങളൊക്കെ നമ്മൾ മൂലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. നമ്മളെ സായ്ക്കുട്ടി സ്കൂൾ തന്നിട്ടുണ്ട്. സായ്ക്കുട്ടി സ്കൂൾ വിട്ടാൽ തുടങ്ങി എന്താ കഴിക്കുന്നത്? ഓൻ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട്. ഒന്ന് ചിരിക്ക് ചെങ്ങായിയേ. ഇവിടെ ഇന്നുമ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേപ്പില ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെക്കണം. ഇതിങ്ങനെ നമ്മൾ വെള്ളം ഒന്നും നനക്കാതെ എയർ ടൈറ്റാക്കി വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറേ ദിവസം ഇരിക്കുന്നുണ്ട് അല്ലേ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ 1 മാസം മുമ്പ് കൊടുത്ത വേപ്പിലയാണ്. അത് നമ്മൾ മാറ്റിയിട്ട് പുതിയ ചേർക്കുകയാണ്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടോ. അത് 3 ദിവസത്തേക്ക് വെക്കാനുള്ള 3 ദിവസത്തേക്ക് ആയിട്ടുണ്ടോ. 3 ദിവസത്തേക്കുള്ള ചിക്കൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ബീഫാണ് കേട്ടോ. ബീഫിൻ്റെ എല്ലൊക്കെ നല്ല കട്ട കൂടി ഇരിക്കുന്നുണ്ട്. ഇനി കപ്പ വാങ്ങിച്ചിട്ട് നമുക്ക് ബീഫും കപ്പയും വെക്കണം. നമ്മൾ ഏകദേശം പെയിൻറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നെബിലോട്ടി ഫോൺ വിളിച്ചിട്ട് ചോദിച്ചത് അവൾ ഇവിടെ ഒരു പെരുന്നവണ്ട പാസ് ചെയ്യുന്നുണ്ട്, നേരെ വീട്ടിലേക്ക് വരണമെന്ന്. അപ്പം ഞാൻ ആദ്യം ഞാൻ വരണോ അങ്ങനെ മടിച്ച് നിന്നപ്പോൾ പറഞ്ഞു ഓൾ പിറ്റേ ദിവസം മകൾക്ക് ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ അങ്ങോട്ട് കൊടുത്ത് തട്ടാം, ഒരു രാത്രി ഉറങ്ങാനുണ്ടോ ചോദിച്ചു. അപ്പോൾ പിന്നെ എത്ര ആയാലും നമ്മളെ വീട്ടിലേക്കല്ലേ വിളിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ജോലി ഉണ്ടെങ്കിലും നമ്മൾ ഇട്ടെറിഞ്ഞ് പോകില്ലേ. എന്ന പോലെ ഞാനും ഇട്ടെറിഞ്ഞ് പോവുകയാണ്. നമ്മളെല്ലാ ജോലിയും ഇവിടെ നിർത്തി വെച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇവരുടെ കുറച്ച് നേരത്തിനുള്ളിൽ വരും. ഇവിടെ ഇന്നുമോള് കണ്ടോ, ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഗൈസ് അയലൊക്കെ കെട്ടിയിരിക്കണത്. ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ഇത് പൊട്ടൂടെ, ഇത് വല്ലാണ്ട് ഭാരം കൂടിയല്ലോ. ഇല്ല കഴിഞ്ഞ എത്ര ഉള്ളൂ, എത്ര പോരല്ലോ. ഇനിയുണ്ട്, ഇനി താകുമോ. ഇവിടെ ഇന്നുമോള് ഞങ്ങൾ പോണത് പ്രമാണിച്ച് ഞാൻ കുറച്ചുകൂടി ഡ്രസ്സുകൾ മെഷീനിൽ അലക്കുന്നേ. അപ്പോൾ അത് ഉള്ളിലൊക്കെ അയൽ കെട്ടിയിട്ട് ഈ അയൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു അയൽ കെട്ടിയിട്ട് ഒക്കെ വിരിച്ചിട്ടിരിക്കുകയാണ്. പോരെ ചാവി ഇവിടെ ശരിക്കും ലോക്കില്ല. ചാവി ഇവിടെ ഓക്കെ. അങ്ങനെ നമ്മൾ 2 ദിവസം വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പട്ടാമ്പിക്ക് പോവുകയാണ് കേട്ടോ. വഴിയിൽ നിന്ന് നമ്മൾ നിബിലൂട്ടി നമുക്ക് എല്ലാവർക്കും അരുണ്ട ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തന്നു കേട്ടോ. എനിക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഉള്ളു പറഞ്ഞു ഏടി എനിക്ക് അരുണ്ട ഐസ്ക്രീം വാങ്ങിച്ചു തരുമെന്ന്. അപ്പോൾ നമ്മൾക്ക് കടയിലൊക്കെ നിർത്തി അരുണ്ട ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പട്ടാമ്പിത്തെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിൽ പോയി ഞാൻ മിക്കവാറും വ്ലോഗ് എടുക്കുന്നുണ്ടാവില്ല. വീട്ടിൽ പോയേക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഈ വീഡിയോക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്തിട്ട് എന്നോട് ഉള്ള നിങ്ങളുടെ സ്നേഹം ഒന്ന് കാണിക്കുക കേട്ടോ.
നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. വീടെത്തി കേട്ടോ. അപ്പോൾ ടാറ്റ.